ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ ആൽക്കമിസ്റ്റ് എന്ന പേരിലുള്ള തന്റെ തിരക്കഥയുടെ പ്രമേയമാണെന്ന് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സാദിഖ് കാവിൽ വ്യക്തമാക്കി. ഇന്ത്യ പാക് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രമേയം, പൂച്ചയടക്കമുള്ള പ്രധാന കഥാപാത്രങ്ങൾ, തിരക്കഥയിലെ നിരവധി സന്ദർഭങ്ങൾ എന്നിവയെല്ലാം കോപ്പിയടിക്കപ്പെട്ടു. തിരക്കഥയ്ക്ക് ആൽക്കമിസ്റ്റ് എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും ഇതുതന്നെയാണ് തന്റെ സിനിമയുടെയും ആദ്യ പേരെന്ന് സമ്മതിക്കുന്നുണ്ട്. 2020 മുതൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം തുടങ്ങിയിരുന്നുവെന്നും സാദിഖ് കാവിൽ വ്യക്തമാക്കി. അത് എത്രമാത്രം നമ്മുടെ തന്നെ അവർ ചോർത്തിയെന്നറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ നിന്നുള്ള കുറേ പാർട്സ് അവർ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടും അല്ലാതെയും ഒക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു മെയിൻ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം, ഗേൾസ് എഡ്യൂക്കേഷൻ. ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ അവസാനമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. മാധ്യമപ്രവർത്തകൻ സനീഷ് നമ്പ്യാർ സിനിമ സംവിധാനം ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിലും ഡിജോ ജോസിന്റെ സിനിമയെക്കുറിച്ച് അറിഞ്ഞതോടെ പിന്മാറി. കഴിഞ്ഞയിടെ അന്തരിച്ച തിരക്കഥാകൃത്ത് നിസാം റാവുത്തരുമായി കഥയും തിരക്കഥയും പങ്കുവച്ചിരുന്നുവെന്നും സാദിഖ് കാവിൽ വ്യക്തമാക്കി. മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയും ആശയവുമെല്ലാം തന്റേതാണെന്ന് മറ്റൊരു എഴുത്തുകാരൻ നിഷാദ് കോയ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സിനിമാ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന യുവ ചലച്ചിത്ര പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സംവിധായകൻ ജിബിൻ ജോസ്, ഫിറോസ് ഖാൻ എന്നിവരും അഭിപ്രായപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.